സാർ. ഹലോ പാർവതി, കേൾക്കുന്നുണ്ടോ? സാർ പറഞ്ഞോളൂ. ഞാൻ പാർവതിയോട് സോറി പറയാനാ വിളിച്ചേ. സാർ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? പാർവതി കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായി. ഇതുവരെ പാർവതി ടൈലർ ആക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. എല്ലാവരും ചിരിച്ചുകൊണ്ട് സഹായിക്കുമ്പോഴും പാർവതി എന്തുമാത്രം വിഷമിച്ച് കാണുമെന്ന് എനിക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. സാരല്ല സർ, സാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാ? പാർവതിയുടെ ഇത്രയും പ്രിയപ്പെട്ട ആവശ്യം പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പാർവതിയെ നന്നായി നോക്കുമെന്ന് നീ എങ്ങനെ വിശ്വസിക്കാനാ? എന്തായാലും കൃത്യം എനിക്ക് ആവശ്യം വന്നപ്പോ എനിക്ക് മെഷീന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയല്ലോ. അത് പ്രിയൻ കാരണമല്ലേ? പാർവതിയുടെ ആവശ്യം എന്താണെന്ന് അവൻ എന്നേക്കാൾ മുന്നേ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ മത്സരത്തിൽ പാർവതി എന്തായാലും ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തന്റെ ആത്മവിശ്വാസമാണ് തന്നെ ജയിപ്പിച്ചത്. അല്ല സർ, ഞാൻ ജയിക്കാൻ കാരണം ആത്മവിശ്വാസമൊന്നും അല്ല, സാറാ. ഞാനോ? ഞാൻ എന്താ ചെയ്ത്? സാർ ഇനിയും എന്നിൽ നിന്നും ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് വിളിക്കുന്നു പാർവതി പറയുന്നത്? സാറ് മത്സരം നടത്തിയത് എന്നെ സഹായിക്കാൻ വേണ്ടിയാന്ന് പ്രിയൻചേട്ടൻ എന്നോട് പറഞ്ഞു. ഏയ് അല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാ മത്സരം വെച്ചത്. അതില് പാർവതി ജയിച്ചത് സ്വന്തം കഴിവുകൊണ്ടാണെന്ന് മാത്രം. ആയിരിക്കാം, പക്ഷേ എന്റെ മുന്നിൽ അങ്ങനെ ഒരു വഴി തുറന്നു കാണിച്ചത് സാറാ. മത്സരത്തിൽ പങ്കെടുക്കുമ്പോ എങ്ങനെയെങ്കിലും ചേച്ചിയുടെ കല്യാണം നടത്താനുള്ള കാശുണ്ടാക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഞാൻ തോറ്റു നിൽക്കുന്ന അവസ്ഥയിലാ സാർ ഈ മത്സരം എനിക്ക് വേണ്ടിയാണ് നടത്തുന്നതെന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞത്. ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ച സാറും പ്രിയൻചേട്ടനും ഒരിക്കലും തോൽക്കരുതെന്ന വാശി എനിക്ക് അപ്പോഴാണ് ഉണ്ടായത്. ആ വാശി കാരണം മാത്രം ഞാൻ മത്സരത്തിൽ ജയിച്ചത്. എനിക്ക് സാറിനോട് ഒരുപാട് കടപ്പാടുണ്ട്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രിയനോട് ഞാൻ ഇതിനെക്കുറിച്ച് പാർവതി അറിയിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ. പക്ഷേ അവനത് പറഞ്ഞത് കൊണ്ടാണ് പാർവതി ജയിച്ചതെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. അവൻ എന്ത് ചെയ്താലും അത് കറക്റ്റായിരിക്കും. പാർവതിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. പാർവതി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടും താൻ ലക്ഷ്യത്തിലെത്തിയില്ലേ? പക്ഷേ ഇതിനൊക്കെ എന്നോട് നന്ദി പറഞ്ഞ് എന്നൊരു അന്യനാക്കരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധം വെറുമൊരു തൊഴിലാളി ബോസും തമ്മിലുള്ളതല്ല. അതിലും മുകളിലാണ്. ജീവിതകാലം മുഴുവൻ ഈ ബന്ധം നിലനിൽക്കണം. കുറെ നാളായി പാർവതിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കരുതുന്നു. അതിന് പറ്റിയ അവസരം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി തന്നെ ഗ്രാമത്തിൽ വെച്ച് കണ്ടപ്പോ തന്നെ എ കൈൻഡ് ഓഫ് കൈലാഷ് സാറ് മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ഉദ്ദേശത്തില. എന്തെങ്കിലും ഒന്ന് ചെയ്. ഹലോ ഹലോ പാർവതി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. പാർവതി, എന്റെ മനസ്സില് പാർവതിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞാനത് പെട്ടെന്ന് പറയുമ്പോ നീ ഷോക്കാവരുത്. പാറു, താഴെ മീര തലയിറങ്ങി വീണു. നീ ഒന്ന് വേഗം വന്നേ. മീര തലയിറങ്ങി വീണു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ, നമുക്ക് സമാധാനമായിട്ട് നാളെ സംസാരിക്കാം. ശരി. സാരമില്ല. അല്ലെങ്കിലും ഫോണിലൂടെ പ്രണയം പറയുന്നത് ഒരു ബോറൻ ഏർപ്പാടാ. പ്രശ്നമൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടല്ലോ. പിന്നെ എന്തിനാ നീ ഇരുന്ന് കരയുന്നേ? കൈലാഷ് സാറിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ ഞാൻ പറ്റിക്കല്ലേ. നീ പ്രിയനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് കൈലാഷ് സാറിനെ എല്ലാം അറിയിക്കാൻ പറ. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല.
ഇവൻ ആ ദരിദ്രവാസി മത്സരത്തിൽ ജയിച്ചതിന്റെ സന്തോഷത്തിലായിരിക്കും. എനിക്കതിൽ ഒരു വിഷമമില്ലാന്ന് കാണിക്കുന്നതാണ് ബുദ്ധി.